എല്ലാ പ്രിയപ്പെട്ടവർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ചില സ്വപ്നങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരും. നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല, ഉണർന്നിരിക്കുമ്പോഴും ആ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ചുരുക്കം ചിലർ മാത്രം ആ സ്വപ്നങ്ങളെ പിന്തുടർന്ന് അത് യാഥാർത്ഥ്യമാക്കി മാറ്റും. ലോകം അവരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണണം, എന്നിട്ടത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കണം. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ഇന്ന് ചിങ്ങം 12, ഓണനാളുകളിലെ ചിത്തിര. പതിവ് പോലെ ആദ്യം ദിവസഫലമാണ്. ഇന്ന് ജ്യോതിഷവശാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്കൊപ്പം പ്രശസ്ത ജ്യോതിഷി ഡോക്ടർ അനിത കുമാരി ചേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1201 ചിങ്ങമാസം 12-ാം തീയതി വ്യാഴാഴ്ച. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് മഹാവിഷ്ണുവിൻ്റെ ദിവസമായിട്ടാണ് നമ്മൾ വ്യാഴാഴ്ചയെ കണക്കാക്കുന്നത്. വ്യാഴം മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം വലിയ സമൃദ്ധമായ വലിപ്പമുള്ള ഒരു ഗ്രഹമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വ്യാഴത്തെ ഹോൾ പ്രൊവൈഡർ അല്ലെങ്കിൽ എല്ലാം കൊടുക്കുന്നയാൾ, ധനം, സമൃദ്ധി, സന്തോഷം, പുഷ്ടി, അങ്ങനെ എല്ലാ ഹാപ്പിനെസ്സും കൊടുക്കുന്ന അല്ലെങ്കിൽ സന്തോഷം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വ്യാഴമാണ് എല്ലാ സന്താനങ്ങളുടെ കാരകൻ, വിവാഹത്തിൻ്റെ കാരകൻ, ഇങ്ങനെ ധനത്തിൻ്റെ കാരകൻ, ഗ്രഹത്തിൻ്റെ കാരകൻ എന്ന് വേണ്ട സർവത്ര കാര്യങ്ങൾക്കും വ്യാഴമാണ് നമ്മളെ തുണയ്ക്കുന്നത്. വ്യാഴം എല്ലാ ദോഷങ്ങളെയും ഹനിക്കുന്ന ഒരാളാണ്. ലക്ഷം ദോഷം നികന്തിം ഗുരു എന്ന് പറഞ്ഞാൽ ലക്ഷം ദോഷങ്ങളെ ഒറ്റ നോട്ടം കൊണ്ട് ഇല്ലാതെയാക്കും എന്നാണ്. അപ്പോൾ വ്യാഴാഴ്ച എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാശിഫലം നോക്കാം. ഇന്ന് മേടക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മേടക്കൂറുകാരുടെ രാശിഫലം ഇപ്രകാരമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹീതമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായും ശാരീരികമായും അതേപോലെ മനസ്സിൻ്റെ സമാധാനത്തിനുമൊക്കെ വളരെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗുണകരമായ ഒരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ചില ശാരീരിക ക്ലേശങ്ങൾ അവരെ അലട്ടാൻ സാധ്യതയുണ്ട്. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. പത്ര മാധ്യമ പ്രവർത്തകർക്കും എഴുത്തുകാർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ രാശിഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ചില അനിഷ്ടാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് മേൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് തീർത്തതിൻ്റെ ഒരു സമാധാനത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം യാത്ര ഒഴിവാക്കുന്നത് നന്നായിരിക്കും. യാത്രയിൽ ചില തടസ്സങ്ങളോ ചില അപകടങ്ങളോ ഒക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ചിലവ് കൂടുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അത് മനസ്സിൽ കണക്കാക്കി ധനം ചിലവഴിക്കുക. സന്താനങ്ങളെ കൊണ്ടുണ്ടായിരുന്ന ചില വിഷമതകൾ ഇന്ന് പരിഹരിക്കപ്പെടുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്കോ ഒരുങ്ങുന്നവർക്കൊക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ അനുഭവങ്ങൾ വളരെ പ്രതീക്ഷാനിർഭരമായതായിരിക്കും. കുട്ടികളെ കൊണ്ട് വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗങ്ങളിൽ ഇടപെടുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്നതൊഴിച്ചാൽ അവർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. സാമ്പത്തികമായ ചില നേട്ടങ്ങൾ കൈവരിക്കുന്ന ദിവസമായിരിക്കും. ചിലവ് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ചിലവിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം മിഥുനക്കൂറുകാർക്ക് ഗുണകരമാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം കാല്, പൂയം, ആയില്യം നക്ഷത്രം. ഈ കൂട്ടർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായും കാണുന്നത്. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതിൽ നിന്ന് അംഗീകാരം ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കൊക്കെ വിധേയരാകാൻ സാധ്യതയുണ്ട്. വാക്കല്ലാത്ത വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അരുതാത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുമൂലം ഭാവിയിൽ വളരെയധികം ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നതായി കാണുന്നു. സാമ്പത്തികമായി അത്ര ദോഷകരമല്ലാത്തൊരു ദിവസമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. തിരക്ക് കുറച്ച് കൂടുതലായിരിക്കുന്നതൊഴിച്ചാൽ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണാധിക്യമുള്ള ഒരു ദിവസമാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് ധാരാളം ലാഭം കിട്ടുന്ന ദിവസമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കാണ് പ്രത്യേകമായി ലാഭം കിട്ടുന്നത്. മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന് വളരെ സമാധാനവും സന്തോഷവും അംഗീകാരവുമൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തൊഴിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഉദ്യമം ഇന്ന് ആരംഭിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന തീരുമാനങ്ങളെല്ലാം വീണ്ടും പുനരവലോകനം ചെയ്യുകയും അതിനനുകൂലമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ കുടുംബക്കാർ തയ്യാറാകുന്നൊരു ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. രാഷ്ട്രീയക്കാർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. ധാരാളം ആൾക്കാർ അഭിനന്ദിക്കുകയും ധാരാളം അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. നിയമപരമായി നിയമ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവർ, അതേപോലെ നിയമവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂല ദിവസമാണ്. എന്നാൽ നിയമ നടപടികൾക്ക് ഇന്ന് ചില പ്രതികൂലമായ സാഹചര്യമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കുകയില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഔദ്യോഗിക രംഗത്ത് തടസ്സങ്ങൾ വരാനായി കോർപ്പറേറ്റ് തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാധ്യത കാണുന്നു. ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇത് പൊതുവായ ഫലമാണ്. ആരും നിരാശപ്പെടേണ്ടതില്ല. അവരവരുടെ ജാതകം, ദശാകാലം, അപഹാരകാലം ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് കൃത്യമായ ഫലപ്രവചനം നടത്താൻ കഴിയുക. ഇതൊരു പൊതുവായ പ്രവചനമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. തുലാക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ളതാണ്. ദോഷഫലങ്ങൾ കുറവാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള അനുഭവം വിപരീതമായിരിക്കും. ചിലവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ചില ചതിയിലും അപകടത്തിലുമൊക്കെ പെടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥന അനുകൂലമായിരിക്കും. വളരെ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി കണ്ടെത്തുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നു.
എല്ലാ രംഗത്തുള്ളവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വിദേശയാത്രയ്ക്കോ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. വൈദ്യസഹായം സമയത്ത് തന്നെ തേടിയാൽ അതിന് പരിഹാരം ലഭിക്കുന്നതാണ്. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖംകാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. എങ്കിലും വൈകുന്നേരത്തോടുകൂടി ചില ഭാഗ്യദോഷങ്ങൾ വന്നു ഭവിക്കാനിടയുള്ളതിനാൽ ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കുക. സംസാരത്തിൽ ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വരഭയത്തോടുകൂടി വേണം ഓരോ കാര്യങ്ങളും സംസാരിക്കുവാൻ. കുടുംബത്തിലുള്ളവരുമായിട്ട് ചില കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇന്നുണ്ടാകുന്ന ഈ തർക്കം ദീർഘനാൾ നീണ്ടു നിന്നേക്കാം. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. എങ്ങനെയാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കുക എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം. അമിതമായ ദേഷ്യം വരികയോ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വരികയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്നാനം അതിനൊരു പരിഹാരമാണ്. കുളിക്കാൻ പോവുക, അല്ലെങ്കിൽ വായിൽ നിറയെ വെള്ളം കൊണ്ട് കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ് ഇത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ആവശ്യമില്ലാത്ത ദാനം, സഹായം ഇതൊക്കെ നൽകിയതോർത്ത് ഇന്ന് മാനസികമായ കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ദാനവും ദയയും നല്ലതാണ്. എന്നാൽ അമിതമായ ദാനം ചില വിപത്തുകൾ വരുത്തി വയ്ക്കും. ഇന്ന് കൊടുക്ക വാങ്ങലുകളിൽ നിയന്ത്രണം വയ്ക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് കാണുന്നില്ല. വിദേശികളുമായി ഇടപെട്ട് ചില നല്ല അനുഭവങ്ങൾ കൈവരിക്കുന്ന ദിവസമായിരിക്കും. ഇന്ന് അധ്വാനം കൂടിയ ദിവസമാണ്. അതിനനുസരിച്ചൊരു ക്ഷീണവും അനുഭവപ്പെട്ടേക്കാം. ഏതായാലും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ്. വേറെ ചില തൊഴിലുകൾ, അതായത് സ്വന്തമായി കണ്ടെത്തുന്ന ചില തൊഴിലുകൾ, ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റുകൾ, അതേപോലെയുള്ള ചില ഊഹക്കച്ചവടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. മകരക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. ചില കച്ചവടങ്ങൾ സ്വന്തമായി ചെറുകിട കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഔദ്യോഗികപരമായ ചില പ്രശ്നങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കോ ഉദ്യോഗസ്ഥർക്കോ നേരിടാവുന്ന ഒരു ദിവസമായിരിക്കും. നിയമം കയ്യിലെടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ഒട്ടും തന്നെ അനുകൂലമായ ഒരു ദിവസമല്ല. പ്രതീക്ഷിച്ചിരിക്കാത്ത ചില അനിഷ്ട സംഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരവർ പ്രാർത്ഥിച്ച് മനസ്സിന് ബലം കൊടുക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ വൈകുന്നേരം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതിമുക്കാൽ. കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. ചില കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിഷമതകൾ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഇന്ന് നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, പ്രത്യേകമായി ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ രോഗികൾക്ക്
അശരണരായ രോഗികൾക്ക് ധനം അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ ആഹാരം ഒക്കെ ദാനം ചെയ്യുന്നത് നിങ്ങൾക്കിന്ന് ഗുണപ്രദമായ അനുഭവങ്ങളുണ്ടാകും. മനസ്സിന് സമാധാനവും കൈവരുന്നതാണ്. ഇന്ന് മനസ്സ് അനാവശ്യമായി കലുഷിതമാകുന്നൊരു ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി മനസ്സിന് സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കും. കുടുംബത്തിൽ ചില അപ്രതീക്ഷിതമായ ക്ലേശങ്ങളോ അല്ലെങ്കിൽ ചില ഗൃഹോപകരണങ്ങൾ റിപ്പയർ ആകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിന് ചില ക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. വാഹനത്തിന് ചില തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പുതിയതായി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വാഹനം വിൽക്കാനായി ആഗ്രഹിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ്. ഗ്രഹം മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങാനോ ഒക്കെ ആലോചിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു മറുപടി ലഭിക്കുന്നതാണ്. അടുത്തതായി മീനക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറുകാർക്ക് ഇന്ന് ദീർഘയാത്ര ഉണ്ടാകുന്നതാണ്. എന്നാൽ അലച്ചിലും ഉണ്ടാകുന്നതാണെങ്കിലും ക്ഷീണം ബാധിക്കുന്നതല്ല. ഉത്സാഹപൂർവമായ ചില കാര്യങ്ങൾക്കായിരിക്കും യാത്ര. ഇന്നത്തെ യാത്ര ഫലപ്രദമാണ്. പുതിയതായി ഗ്രഹം വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ ആരംഭിക്കുന്ന ആളുകൾക്ക് അത് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. അതേപോലെ കുടുംബത്തിൽ സമാധാനം കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ വന്നേക്കാം. വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. അതേപോലെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് അഭിനന്ദനം ലഭിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ സമ്മിശ്രമായ ഫലമാണ് ഇന്ന് മീനരാശിക്കാർക്ക് ഉള്ളത്. രാഷ്ട്രീയ രംഗത്ത് ഏർപ്പെടുന്നവർക്ക്, കലാരംഗത്ത് ഏർപ്പെടുന്നവർക്കൊക്കെ തുല്യമായ അനുഭവങ്ങളാണ് ഉള്ളത്. ഗുണദോഷ സമ്മിശ്രമാണ് അവരുടെ അനുഭവങ്ങൾ. അതേപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായൊരു സാഹചര്യമാണ് ഉള്ളത്. ഒരു സഹായഹസ്തം നിങ്ങൾക്ക് നീണ്ടുവരുന്നതായി കാണുന്നു. ആ സഹായഹസ്തം നിങ്ങളുടെ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതായിട്ടും കാണുന്നു. അപ്രകാരം ഇന്നത്തെ ജ്യോതിഷ പ്രവചനം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാവട്ടെ. അതുവരെ ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയാർ പരവൂർ കായലിൽ ലയിക്കുന്ന മനോഹരമായ പ്രദേശം. ഏകദേശം 600 ഏക്കറോളം വരുന്ന കണ്ടൽക്കാടുകൾക്ക് നടുവിൽ ഒരു ചെറിയ തുരുത്തിലായി ഒരു അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നു. മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു കണ്ണിയായി ഭക്തർ ഈ അപ്പൂപ്പനെ കാണുന്നു. ജാതിമത ഭേദമില്ലാതെ നിരവധി ആളുകൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായി ഇവിടെ എത്തുന്നു. കള്ളും പുകയിലയും ബീഡിയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഈ തുരുത്തിലേക്ക് വള്ളത്തിൽ മാത്രമേ എത്താൻ സാധിക്കൂ. കായലിന്റെ സൗന്ദര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഓരോ കാഴ്ചയിലും വിസ്മയം തീർക്കുന്നു. തുരുത്തിലെ അപ്പൂപ്പൻകാവിന്റെ വിശേഷങ്ങൾ അറിയാം തീർത്ഥാടനത്തിലൂടെ. ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ പരവൂരിലാണ്. പരവൂരിൻ്റെ ജന്മനാട് കൂടിയാണ്. പരവൂരിനടുത്ത് നെടുങ്ങോലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തിക്കരയാറും എന്ന് പരവൂർ കായലിനോട് ചേരുന്ന സ്ഥലത്ത് കൂടി നമ്മൾ യാത്ര ചെയ്തു. ഒരുപക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കോട്ടയ്ക്ക് സമീപത്തൂടെയാണ് നമ്മുടെ യാത്ര. കണ്ടലുകൾ അതിരിടുന്ന മനോഹരമായ പ്രദേശം, വിനോദസഞ്ചാരികളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരിടമാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസവും വന്നു പോകുന്ന സ്ഥലം. ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ പുതിയ സാധ്യതകൾ തേടുന്ന ഇടം കൂടിയാണ്. നമ്മൾ പക്ഷേ ഇതിനൊന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അപ്പൂപ്പനെ കാണാനാണ്. കണ്ടലുകൾ കോട്ട കെട്ടി വാഴുന്ന ഇവിടത്തുകാരുടെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ, ആമവട്ടത്തപ്പൂപ്പൻ. നമ്മുടെ പോക്ക് അങ്ങോട്ടെത്തിക്കാം. പോകാം. കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയാർ
പരവൂർ കായലിന്റെ വിശാലതയിലേക്ക് ഒഴുകിച്ചേർന്ന മനോഹരമായൊരു പ്രദേശമുണ്ട്. ഇവിടെ ഒരു കാലത്ത് കായലിൽ ചെളി ഖനനവും മണലെടുപ്പും സജീവമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രദേശം ടൂറിസം സാധ്യതകളാൽ ശ്രദ്ധേയമാവുകയാണ്. ഈ കായലിന്റെ ജൈവ വൈവിധ്യവും കണ്ടൽക്കാടുകളും പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്നു. ഏകദേശം 600 ഏക്കറോളം വരുന്ന കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരു ചെറിയ തുരുത്തിൽ തലമുറകളായി ഒരു അപ്പൂപ്പൻ കുടിയിരിക്കുന്നു. ഈ അപ്പൂപ്പൻ പക്ഷേ സാധാരണ അപ്പൂപ്പനല്ല, സാധാരണ മനുഷ്യനുമല്ല. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്നാണ് വിശ്വാസം. മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു ഇടനിലക്കാരനായാണ് നാട്ടുകാർ അദ്ദേഹത്തെ കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ടുപോലെ ഈ അമ്പലം അറിയാവുന്ന ഒരു അമ്പലമാണ് ആമോട്ടത്തപ്പൂപ്പൻ എന്ന് പറയുന്നത്. ഈ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തരെ കഷ്ടപ്പാട് വന്ന് പറയുമ്പോൾ അവർക്ക് സഹായിക്കുകയും മറ്റു കാര്യങ്ങളും ഭഗവാൻ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് വിശ്വാസത്തിൻ്റെ മേളിലാണ് ഇവിടെ വരുന്നത്. പണ്ടുപോലെ ഈ നമ്മൾ അപ്പൂപ്പന്മാർ ഈ ഭഗവാനെ കണ്ടുപിടിച്ച് ഇവിടെ അപ്പൂപ്പൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു വിളക്ക് കത്തിച്ച് ആ അപ്പൂപ്പൻ ഇപ്പോൾ വളർന്ന് അങ്ങനെ വിഷ്ണു ഭഗവാന്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. വിഷ്ണു ഭഗവാനെ എടുത്ത് വേറെ അമ്പലത്തിലോട്ട് കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കുള്ളത് നേട്ടമെന്ന് പറഞ്ഞാൽ ഈ കുംഭമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം. കുംഭമാസത്തിലാകുമ്പോഴത്തേക്ക് ഇവിടെ ഈ കായലിൻ്റെ ആറ്റിൻ്റെ സൈഡിൽ കൂടെ പാലം കെട്ടിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. പിന്നെയുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൂപ്പൻ്റെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന അപ്പൂപ്പനാണ്. ഈ ആല് തന്നെ 2 സൈസ് ആലുണ്ട് ഇതിനകത്ത്. രണ്ട് സൈസ് ആലാണ്. ഈ ആലിനെയും ഇപ്പം എന്താ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു പ്രതിഷ്ഠ നമുക്ക് മണ്ണിനടിക്കുന്നത് കിട്ടി. അത് വിഷ്ണു ഭഗവാന്റെ പൂർണ്ണരൂപത്തിലുള്ള വിഗ്രഹമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതേ പ്രതിഷ്ഠയാണ് ഈ വിഷ്ണു ഭഗവാന്റെ അകത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് ഈ അമ്പലം ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഈ വിഗ്രഹം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതിനകത്തുനിന്ന് ഈ അമ്പലം ഉയരാനുള്ള എല്ലാ സാമൂഹികങ്ങളും എല്ലാം ഈ തറയിൽ തന്നെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ജാതി മതഭേദമില്ലാതെ നിരവധി ആളുകൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഇവിടെ എത്തുന്നു. കള്ളും പുകയിലയും ബീഡിയുമാണ് പ്രധാന വഴിപാടുകൾ. ഈ വഴിപാടുകൾ സമർപ്പിച്ചാൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അപ്പൂപ്പൻ്റെ വഴിപാടെന്ന് പറഞ്ഞാൽ പടക്കയാണ്. പടക്കയെന്ന് പറഞ്ഞാൽ കള്ളും മുറുക്കാൻ ബീഡി പിന്നെ ഒരു നാരങ്ങ. ഇതാണ് അപ്പൂപ്പന് പ്രത്യേകിച്ച് പൈസയുടെ കാര്യമൊന്നുമില്ല. അപ്പൂപ്പൻ്റെ ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് പടക്ക എന്നാണ് അതിന് പറയുന്നത്. കള്ള് മുറുക്കാൻ ബീഡി ഇത് മൂന്നുമാണ് അപ്പൂപ്പൻ്റെ ഒരു ഇതിൽ. അത് പലരും കൊണ്ടുവരുന്നുണ്ട്. നമ്മളത് പൂജാകർമ്മങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അവർ പറയും നമുക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കണം. ആ കാര്യങ്ങൾ സാധിച്ചു വരുമ്പോൾ അവരിലുള്ള യഥാശക്തി അനുസരിച്ച് ഭഗവാന് വേണ്ടി അവർ സമർപ്പിക്കുന്നുണ്ട്. കായലിന് നടുവിലുള്ള ഈ തുരുത്തിലേക്ക് വള്ളത്തിൽ മാത്രമേ എത്താൻ കഴിയൂ. പതിറ്റാണ്ടുകളോളം ഒറ്റപ്പെട്ട് കിടന്ന ഈ തുരുത്തിൽ ഇപ്പോൾ ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠയുമുണ്ട്. കുംഭമാസത്തിലാണ് ഇവിടെ ഉത്സവം. ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് അമ്പലത്തിലേക്ക് എളുപ്പത്തിൽ എത്താനായി താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ വള്ളങ്ങൾ ചേർത്ത് കെട്ടിയാണ് പാലം നിർമ്മിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം വന്നാലും ഈ അമ്പലത്തിനകത്ത് വെള്ളം കയറില്ല. വെള്ളം ഇതിൻ്റെ താഴെ ഇവിടെ തന്നെ ഇത്രയും സാധനങ്ങൾ എല്ലാം കിടക്കുന്നത് ഒരു സാധനങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു ഇതില്ല. പക്ഷെ അതിൻ്റെ ശക്തിയാണത്, അപ്പൂപ്പൻ്റെ ഒരു രീതിയാണത്. പിന്നെ ഉത്സവം ആകുമ്പോഴത്തേക്ക് ഇവിടെ പാലം കെട്ടും. അതിൻ്റെ സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഈ അമ്പലം നേരത്തെ നമ്മളെ എറണാകുളത്തുകാരാണ്. ഈ എറണാകുളത്തുകാർ ഈ അടുത്ത സമയത്താണ് നമുക്ക് എഴുതി തന്നു. 2-3 മാസമാകും പൊതു അമ്പലമായിട്ട് എഴുതി തന്നു. ആ ട്രസ്റ്റാണ് നമുക്ക് എഴുതി തന്നപ്പോഴത്തേക്ക് നമ്മൾ തന്നെ അവർ കുറേ കാലം കൊണ്ടേ നമ്മൾ ഇതിന് വേണ്ടി കിടന്ന് വഴക്കും വയ്യാലേക്ക് ഉണ്ടായതാണ്. അവർ റിസോർട്ട് തുടങ്ങാൻ നോക്കിയിട്ട് അവർക്കൊന്നും ഒരു പരിപാടി നടക്കുന്നില്ല. അവർ പോയി നോക്കിയപ്പോൾ കാണാൻ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ സ്ഥലം തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പോൾ അവർ അപ്പുറത്ത് ഒരു 39 സെൻറ്റ് സ്ഥലം നമുക്ക് വേർതിരിച്ച് പ്രമാണവും ചെയ്തു തന്നു. ഉപ്പൻ്റെ മീഡിയേറ്ററിലാണ് ഈ
ഈ പറയുന്ന വ്യക്തികളെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഞാനാലും ശരി തന്നെയാണ്. എൻ്റെ പിള്ളേരെ വിവാഹത്തിന് അപ്പൂപ്പൻ്റെ നമ്മൾ 1 രൂപയും കൊണ്ട് നേരത്തെ പോറ്റിയുടെ 1 രൂപയും കൊണ്ടുപോയാണ് എൻ്റെ മക്കളെ കാര്യങ്ങൾ നടത്തിയത്. ചെന്ന് ചോദിക്കുന്നിടത്ത് ഇല്ലയെന്നൊരാരും പറഞ്ഞിട്ടില്ല. ഭഗവാന്റെ അപ്പൂപ്പൻ്റെ ഒരു എന്തരാണത്. ഇപ്പം മാസത്തിൽ 4 ദിവസമാണ് തുറക്കുന്നത്. 4 ദിവസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1-ാം തീയതി തുറന്നാൽ പിന്നെ ഫസ്റ്റ് വ്യാഴാഴ്ച ആണ് തുറക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും അമ്പലം തുറക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചെറിയൊരു ബാലൻസ് കണ്ടുപിടിച്ചാണ് ഈ ഭഗവാനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളിലായിട്ടും നമുക്കിപ്പോൾ പിന്നോക്കം നിൽക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ഒരു ചൈതന്യം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കിട്ടിയത്. പക്ഷേ ഭഗവാൻ വിളിക്കുന്നിടത്ത് നമ്മളൊന്നൊരു സങ്കടം പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഇവിടെ എല്ലാം കിടക്കുന്ന ആളുകളാണ് ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകുന്നത്. വിശ്വാസത്തിൻ്റെ മേളിലാണ്. അപ്പൂപ്പനാണ് ഈ കൂർബൗദ്ധി ഇവിടെ പണ്ട് പോലെ നമ്മളെ പറഞ്ഞിട്ടുള്ള ഒരു ആമയുണ്ടായിരുന്നു. ഈ ആമയെന്ന് പറഞ്ഞാൽ ഒരു ആമയാണ്, ഒരു മുറത്തിനേക്കാൾ വലുപ്പമാണ്. അത് വന്ന് നമ്മളെ മുമ്പിലൊന്ന് ഊളയിടും, നമ്മളിൽ ചെളിയും കുത്തിക്കൊണ്ടുപോകുന്നു. ഈ ആമയുടെ നാമയത്തിലാണ് ആമോട്ടത്തെ അപ്പൂപ്പൻ എന്ന് അറിയപ്പെടുന്നത്. ഈ അപ്പൂപ്പൻ്റെ വിശ്വാസത്തിലാണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് പോകുന്നത്. ഈ അപ്പൂപ്പനെ വിളിച്ച് അവർ വിളിപ്പുറത്ത് വിളി കേട്ട് അവർ പല പല കാര്യങ്ങൾ, അവരുടെ വീട്ടുകാര്യങ്ങൾ, അവരുടെ മക്കളെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ട് വന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭഗവാൻ അപ്പൂപ്പൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ മേളിലാണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ വരുന്നത്. കായലിന്റെ വിശാലതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ അപ്പൂപ്പൻ കാവ് ഓരോ കാഴ്ചയിലും വിസ്മയം തീർക്കുന്നു. മാസത്തിൽ 5-6 ദിവസം മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിൽ തുരുത്തിന്റെ ഓരത്ത് എന്നും കാത്തിരിക്കുന്ന അപ്പൂപ്പൻ ഒരു പ്രത്യാശയുടെ പ്രതീകമാണ്. ഗുഡ് മോർണിംഗ്, രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് അയ്യങ്കാളി ദിനമാണ്. അയ്യങ്കാളിയുടെ 162ാം ജന്മവാർഷികം ആഘോഷിക്കുകയാണ് കേരളം. അതിനുമൊക്കെ അപ്പുറം ഇന്ത്യക്ക് മേൽ US ഏർപ്പെടുത്തിയ താരിഫ് അത് എത്രത്തോളം ഇന്ത്യയെ ബാധിച്ചു എന്നതും അതിന് ഏതൊക്കെ രീതിയിൽ ഇന്ത്യ മറികടക്കുമെന്നതും ഒക്കെ നമുക്ക് ചർച്ചയാക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് കേസിൽ നടപടികളുടൻ. പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. ഉടൻ നോട്ടീസ് നൽകും. പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇന്ന് തീരുമാനിച്ചേക്കും. ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനും നീക്കം. പാലക്കാട്ടും തിരുവനന്തപുരത്തും ഇന്നലെ രാത്രി സംഘർഷം. യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൌസ് മാർച്ചിന് നേരെ ജലപീരങ്കി. KK രമയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ മാർച്ചും. ഷാഫി പറമ്പിൽ ഇന്ന് പാലക്കാട്ടേക്ക്. അമേരിക്കയുടെ അധിക ചുങ്കം നേരിടാൻ നടപടികളുമായി ഇന്ത്യ. 40 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നീക്കം. മോദി ഇന്ന് ജപ്പാനിൽ, നാളെ ചൈനയിലെത്തും. അമേരിക്കയിലെ മിനിയാപോളിസിലെ സ്കൂളിൽ വെടിവെപ്പ്. 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. 17 പേർക്ക് പരിക്ക്. ട്രാൻസ്ജെൻഡറായ ആക്രമി ജീവനൊടുക്കി. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം തുടരുന്നു. ഇടിഞ്ഞു വീണ മണ്ണും പാറകളും നീക്കി. വീണ്ടും കല്ലുകൾ റോഡിലേക്ക് വീഴാൻ സാധ്യത. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം റോഡ് തുറന്നുകൊടുക്കും. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. 6 വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. സൂറിച്ച് ഡയമണ്ട് ലീഗിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 11:15. വാർത്തകളിലേക്ക് വരുമ്പോൾ,
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ്, ട്രാൻസ്വുമൺ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. ഇവർക്ക് ഉടൻ നോട്ടീസ് നൽകും. കേസ് അന്വേഷിക്കാനുള്ള പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ ADGP H. വെങ്കിടേഷ് ഇന്ന് തീരുമാനിച്ചേക്കും. നിലവിലെ വെളിപ്പെടുത്തലുകൾക്കപ്പുറം കൂടുതൽ യുവതികൾ പരാതികളുമായി രംഗത്തെത്തുന്നെന്നാണ് പോലീസ് കരുതുന്നത്. ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. അതേസമയം ഷാഫി പറമ്പിൽ MLA തടഞ്ഞതിനെതിരെ UDF ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞു. അക്രമാസക്തരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. വടകരയിൽ KK രമ MLAയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. KK രമയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു.
മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ അമേരിക്ക ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ്. ഈ പ്രതിസന്ധികൾ മറികടക്കാൻ നീക്കങ്ങളുമായി ഇന്ത്യ മുന്നിലേക്ക് പോവുകയാണ്. വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുകയാണ്. തീരുവ ബാധിക്കുന്ന മേഖലകൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചേക്കും. അമേരിക്കയിൽ നിന്ന് മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. വിവരങ്ങളുമായി അജയ് സുധാബിച്ച് ചേരുന്നു. അജയ്, 40 രാജ്യങ്ങളിലേക്ക് പ്രചരണം നടത്താൻ ഇന്ത്യ ഒരുങ്ങുന്നു. അത് എത്രത്തോളം സാധ്യമാകും? എത്രത്തോളം പുതിയ വിപണി കണ്ടെത്തുക എന്നത് എത്രത്തോളം എളുപ്പമായിരിക്കും ഇന്ത്യക്ക്? അനുശ്രീ, ഇതിനോടകം തന്നെ അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും കിഴക്കൻ രാജ്യങ്ങളും അതുപോലെ ഇന്ത്യ ഇടയ്ക്ക് വെച്ച വ്യാപാരവും അതുപോലെ തന്നെ മറ്റ് നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചിരുന്ന ചൈനയുമായിട്ട് പുതിയ ബന്ധങ്ങൾ രൂപീകരിച്ച് അവിടെ വ്യാപാരം നടത്തുക, ഇതുവഴി അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന നഷ്ടം നികത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ലക്ഷ്യം. അമേരിക്കയിൽ നിന്നുള്ള ബിസിനസ് വഴി ഇന്ത്യയുടെ മൊത്തം GDP-യുടെ 1% മുതൽ 2% വരെ GDP ആണ് അമേരിക്കയിൽ നിന്നുള്ള ബിസിനസ് വഴി മാത്രം ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രതിസന്ധി വരുന്നതോടുകൂടി ഈ GDP-യിൽ ഒരു കുറവ് വന്നേക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ വസ്ത്ര വിപണി, അതുപോലെ തന്നെ ആഭരണ വിപണി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. നിലവിൽ സൂറത്ത്, അതുപോലെ തന്നെ നോയിഡ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ചില വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഈ പ്രത്യാഘാതത്തിൻ്റെ ഒരു വലിയ തോത് അതാദ്യം ഇന്ത്യൻ വിപണികളിൽ പ്രതിഫലിച്ചേക്കില്ല. എന്നാൽ പിന്നീട് ദൂരവ്യാപകമായി ഇത് വലിയ തോതിൽ ഒരു ഇടിവ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. വലിയ പ്രതിസന്ധി ഇന്ത്യൻ വ്യവസായികൾ നേരിട്ടേക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ വ്യാവസായിക മന്ത്രാലയം വ്യവസായികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി നേരിടുന്ന വ്യവസായികൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കാനും ഈ മേഖലകളെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളും ഇന്ത്യൻ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. 25,000 കോടിയുടെ പാക്കേജ് വരെ ഈ മേഖലയിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം UK-യുമായി ഇന്ത്യ പുതിയ വ്യാപാര കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായിട്ട് പുതിയ കരാർ ഒപ്പിടാനുള്ള സാധ്യതകളുണ്ട്. കുവൈറ്റുമായി ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. ഖത്തറുമായിട്ടുള്ള വ്യാപാരവും ശക്തിപ്പെടുത്താനായിട്ടുള്ള ആലോചനകളുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിലേക്ക് പോവുകയാണ്. നാളെ ചൈനയിലേക്ക് അദ്ദേഹം എത്തും. തുടർന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഉൾപ്പെടെ പങ്കെടുക്കും. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പോക്കും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും അത് ഇന്ത്യക്ക് വ്യവസായത്തിന് വേണ്ടി പുതിയ ഇടങ്ങൾ കണ്ടെത്തുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാകും എന്ന് തന്നെയാണ് സൂചന. അമേരിക്ക ഈ തീരുവയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് നിലവിലും സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു പുതിയ പ്രതികരണം കൂടി വരുന്നുണ്ട്. US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അദ്ദേഹം ഫോക്സ് ബിസിനസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കാനുള്ള കാരണം ഇന്ത്യ US-ഉമായിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതും കൂടിയാണ് ഇന്ത്യക്ക് മേൽ ഇത്തരമൊരു അധിക തീരുവ ചുമത്താനുള്ള കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സ്കോട്ട് ബെസറ്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യ-US ബന്ധത്തിൽ അയവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും വയ്ക്കുന്നുണ്ട്. US ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിയാണ്, അതുപോലെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം മുഖം തിരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അധിക കാലം നിൽക്കാൻ സാധ്യതയില്ല. അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും വളരെ നല്ല ബന്ധത്തിലാണുള്ളത്. എന്നാൽ നിലവിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് അയവുണ്ടാകും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം ഫോക്സ് ബിസിനസ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നോക്കിയാലും ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും മറ്റ് US-നോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും യാതൊരു അയവും വരുത്താൻ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പോൾ പൊതുവേദികളെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യ സ്വദേശീവൽക്കരണത്തിന് പ്രാധാന്യം നൽകണം, ഇന്ത്യയിൽ നിന്ന് വാങ്ങുക, ഇന്ത്യയിൽ വിൽക്കുക എന്നുള്ള നയം അത് കൂടുതലായി സ്വീകരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതുപോലെ ഈ ലോകരാഷ്ട്രീയം അത് പുതിയൊരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. പല രാജ്യങ്ങളും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും അതുപോലെ തന്നെ കച്ചവട താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പല ഈ
തീരുമാനങ്ങളും എടുക്കുന്നു. ഇതിൽ നമ്മുടെ രാജ്യം യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഇന്ത്യയിലെ വ്യവസായികളുടെയും ചെറുകിട കച്ചവടക്കാരുടെയും കർഷകരുടെയും ക്ഷീര കർഷകരുടെയും താല്പര്യങ്ങൾ അത് സർക്കാർ സംരക്ഷിക്കും എന്നുൾപ്പെടെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യയുടെ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അമേരിക്കയും താരിഫുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. എന്നാലും നമ്മൾ യുക്തി സഹജമായി ചിന്തിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഈ വലിയ തോതിലുള്ള ഈ ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത് അധികകാലം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അത് വളരെ കുറവാണ്. ഈ 50% തീരുവ അത് അമേരിക്കൻ സമയം ഈ ഓഗസ്റ്റ് 27 മുതൽ നിലവിൽ വന്നു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ പുതിയൊരു വ്യാപാര കരാർ ചർച്ചകളുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതീക്ഷ. 25 ആയിരുന്നു 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾ നടക്കാനായിട്ടിരുന്നത്. ഇത് നടന്നില്ല. എന്നാൽ ഉടൻ തന്നെ അടുത്ത ഘട്ട ചർച്ചകളും ഈ തീരുവ ഇപ്പോൾ 50% കൂട്ടിയതിൻ്റെ ഭാഗമായി നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അനുശ്രീ അജയ്, അതുപോലെ ഈ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന തീരുമാനം ഏതൊക്കെ മേഖലകളിലായിരിക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുക? അത് എത്രത്തോളം അത് വിജയകരമായിരിക്കും? അതുപോലെ തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാനം ഏത് രീതിയിലായിരിക്കും? ഇന്ത്യ അമേരിക്കയും തമ്മിൽ നിലവിൽ $88 ബില്യൺ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ, അതായത് 2030 $500 ബില്യൺ ബിസിനസ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടത്തണം എന്നുള്ള തീരുമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിരുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇരു രാഷ്ട്ര നേതാക്കളും എത്തിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ $88 ബില്യൺ എന്ന് പറയുന്ന ബിസിനസ് തന്നെ താഴേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കച്ചവടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ മുൻപന്തിയിൽ എന്ന് പറയുന്നത് തുണിത്തരങ്ങളാണ്. തീർച്ചയായിട്ടും ഈ തുണിത്തരങ്ങൾ മാത്രം ഈ $88 ബില്യൺ $10.9 ബില്യൺ ബിസിനസ് ഈ തുണിത്തരങ്ങൾ മാത്രം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആഭരണ മേഖല, വൈരങ്ങൾ, രത്നങ്ങൾ ഇവയുടെ കയറ്റുമതി, ഇത് $10 ബില്യൺ ബിസിനസ് ഈ മേഖലകൾ നടത്തുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും തൊഴിൽ നഷ്ടവും അതുപോലെ തന്നെ ഈ തകർച്ചയും ഉണ്ടാകാൻ സാധ്യത ഈ രണ്ട് മേഖലകൾക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോയിഡയിലും സൂറത്തിലുമൊക്കെ ചില വസ്ത്രനിർമ്മാണ ഫാക്ടറികൾ അടച്ചു പൂട്ടുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഗോൾഡ് അതുപോലെ തന്നെ ജ്വല്ലറി മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികളുടെ കയറ്റുമതി അത് ഇന്ത്യ വലിയ തോതിൽ ചെയ്യുന്നുണ്ട്. $6.7 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ യന്ത്രസാമഗ്രികളുടെ കയറ്റുമതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, പിന്നെ ഈ ഫിഷറീസ് ഉൽപ്പന്നങ്ങൾ, ഇതിൻ്റെ എല്ലാം കയറ്റുമതി വീണ്ടും ഒരു $6 ബില്യൺ $4 ബില്യൺ തുടങ്ങിയിട്ടുള്ള നിരക്കുകളിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും സർക്കാർ ആദ്യഘട്ടത്തിൽ താങ്ങി നിർത്താൻ നോക്കുന്നത് ഈ വസ്ത്രവ്യാപാര മേഖലയായിരിക്കും. ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം അമേരിക്കയിൽ നികത്താൻ പോകുന്നത് ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളായിരിക്കും. ഇവിടെ നിന്നുള്ള വസ്ത്രങ്ങൾക്ക് അമേരിക്കയിൽ മാർക്കറ്റ് ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് മാർക്കറ്റുള്ള മറ്റ് രാജ്യങ്ങൾ കണ്ടെത്താനായിട്ട് ഇന്ത്യൻ സർക്കാർ ശ്രമിക്കും. മാത്രമല്ല ഈ പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ച് താങ്ങി നിർത്താൻ ആദ്യം ശ്രമിക്കുക ഇത്തരം മേഖലയായിരിക്കും. അതേസമയം ഇത്തരം ഒരു താരിഫ് പ്രഖ്യാപനത്തിലും ഇന്ത്യക്ക് ചില നീക്കുപോക്കുകളുണ്ട്. ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖല, മരുന്നുകളുടെ കയറ്റുമതി, അതുപോലെ ഈ സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി, അതുപോലെ കമ്പ്യൂട്ടറുകൾ, ചിപ്പുകൾ തുടങ്ങിയിട്ടുള്ളവ അമേരിക്കയിലേക്ക് വിതരണം ചെയ്യുന്നതിൽ ഇത്തരം സാധനങ്ങളുടെ കയറ്റുമതിയിൽ താരിഫ് ചുമത്തില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിലെ താരിഫ് പ്രശ്നത്തിൽ ഇത്തരം മേഖലകളൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആപ്പിൾ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ, അത് ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ശക്തമായിട്ടുള്ള താരിഫ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആപ്പിൾ പോലെയുള്ള കമ്പനികൾ അത് US-ൽ പുതിയ പ്ലാന്റുകൾ തുറക്കാൻ തയ്യാറാകണം എന്നും അദ്ദേഹം പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലും ചൈനയിലും ഉൾപ്പെടെ പുതിയ പ്ലാന്റുകൾ തുറക്കാനുള്ള ആപ്പിളിൻ്റെ ഈ തീരുമാനം അത് ട്രംപിനെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറുപടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭീഷണി എന്ന് പറയുന്നത്. അനുശ്രീ, ശരി, US തീരുവ മറികടക്കാനുള്ള നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യുദ്ധാനന്തര ഗസയ്ക്കായി സമഗ്ര പദ്ധതി തയ്യാറാക്കുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പലസ്തീൻ പ്രശ്നം ഉൾപ്പെടെ മധ്യേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനാണ്
UNSC യോഗം ചേരുന്നത്. അജയ് സുധാ ബിജു തന്നെ വിവരങ്ങൾ നൽകും. അജയ്, കുറച്ച് നാളുകൾക്ക് മുൻപ് ഗസയിലെ ആശുപത്രികൾക്ക് നേരെ വരെ ആക്രമണം ഉണ്ടാകുന്നു, മാധ്യമപ്രവർത്തകർ അടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന്റെ പേരിൽ ഇസ്രയേലിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ എന്തൊക്കെയായിരുന്നു മുന്നോട്ട് വന്ന ആശയങ്ങൾ? എന്തൊക്കെയായിരുന്നു ചർച്ച എത്രത്തോളം വിജയകരമായിരുന്നു? യുദ്ധാനന്തര ഗസയ്ക്കായി സമഗ്ര പദ്ധതി തയ്യാറാക്കുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരിക്കുകയാണ്. പലസ്തീൻ പ്രശ്നം ഉൾപ്പെടെ മധ്യേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം ചേർന്നിരുന്നത്. അമേരിക്കയിലെ മിനിയാപോളിസിൽ സ്കൂളിൽ വെടിവെപ്പ്, 2 കുട്ടികൾ കൊല്ലപ്പെട്ടു, 17 പേർക്ക് പരിക്ക്. 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡർ റോബിൻ വെസ്മൺ ആണ് വെടിവെപ്പിൽ മരിച്ചത്. തുടർന്ന് ഇയാൾ സ്വയം വെടിവെച്ച് ജീവനൊടുക്കി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അക്രമി സ്വയം വെടിവെച്ച് ജീവനൊടുക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എത്രത്തോളമാണ് അപകടത്തിന്റെ ആഴം? എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, അമേരിക്കയിലെ മിനിയാപോളിസിലെ സ്കൂളിലാണ് ഇത്തരമൊരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. 8ഉം 10ഉം വയസ്സുള്ള 2 വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത്. ഈ 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റതിലും ഭൂരിഭാഗം പേരും കുട്ടികളാണ്. 14 കുട്ടികളും അതുപോലെ തന്നെ 80 വയസ്സിനടുപ്പിച്ച് പ്രായമുള്ള 3 പേർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. വളരെയധികം ഒരു ഭയപ്പെടുത്തുന്ന സംഭവം തന്നെയായിരുന്നു. 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള റോബിൻ വെസ്മണാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് ശേഷം ഇയാൾ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ ഈ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിൽ കിൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വാചകം എഴുതി വെച്ചിരുന്നു. കിൽ ട്രംപ്, അതുപോലെ തന്നെ RIP ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ ഈ തോക്കിൽ എഴുതി വെച്ചിരുന്നു. ഇതിന് ശേഷമാണ് ഇയാൾ കുട്ടികളെ വെടിവെച്ചിട്ടതിന് ശേഷമാണ് ഇയാൾ സ്വയം വെടിവെച്ച് മരിക്കുന്നത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കിൻഡർ ഗാർഡൻ മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ നടക്കുന്ന സ്കൂൾ അനൻസിയേഷ്യസ് കാത്തലിക് സ്കൂളിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. കുട്ടികൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനാ സമയമായിരുന്നു. ഈ പ്രാർത്ഥന നടക്കുന്നതിനിടയിൽ ഈ കെട്ടിടത്തിന് പുറത്തെത്തിയ അക്രമി ഈ പള്ളിക്കകത്തേക്ക് ഈ ജനാലകൾ വഴി പള്ളിക്കകത്തേക്കാണ് വെടിവെപ്പ് നടത്തിയത്. അപ്പോൾ ഈ വെടിവെപ്പിലാണ് 2 കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ പരിക്കേറ്റിട്ടുള്ള 17 പേരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. എന്നാൽ ഇവർ റിക്കവർ ചെയ്യുമെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ സംഭവത്തിലെ അന്വേഷണം അത് FBI ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ഭീകരവാദം ഉൾപ്പെടെ അന്വേഷിക്കുന്ന നിലയിലായിരിക്കും FBI ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. അക്രമിയുടെ മോട്ടീവ് എന്തെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം തോക്കിൽ എഴുതി വെച്ചിട്ടുള്ള ട്രംപിന്റെ പേരാണ് കിൽ ട്രംപ് എന്ന് ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കില്ല എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. അതിനോടുള്ള ഒരു എതിർപ്പെന്ന രീതിയിലായിരുന്നു ഈ പ്രതിഷേധം എന്ന് വേണോ കരുതാൻ? അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് തൻ്റെ രാജ്യത്ത് തൻ്റെ ഭരണത്തിന് കീഴിൽ പുരുഷന്മാർ, സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ള 2 ജെൻഡറുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം LGBTQ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും നൽകി വന്നിരുന്ന ചില സംവരണങ്ങൾ ഉൾപ്പെടെ നിർത്തലാക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തോത് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നു. അപ്പോൾ ഇത് അമേരിക്കയിലും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കുമിടയിലും കടുത്ത പ്രതിഷേധം തന്നെ അദ്ദേഹത്തിന് എതിരെ വന്നിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടെ അക്രമിയുടെ മോട്ടീവ് ആയേക്കാം. എന്തായാലും നിലവിൽ ഈ തോക്കിൽ എഴുതി വെച്ച ഈ ഒരു കാര്യം മാത്രമേ FBI-ക്ക് അറിവുള്ളൂ. ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തെ അനുശോചിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ അപലപിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി വൈറ്റ് ഹൗസിലുള്ള US പതാക അത് പകുതി താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി എല്ലാ പതാകകളും ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ താഴ്ത്തി കെട്ടാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വിഷയത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുശ്രീ, ശരി. അമേരിക്കയിലെ മിനിയാപോളിസിലാണ് സ്കൂളിൽ വെടിവെപ്പുണ്ടായിരിക്കുന്നത്. 2 കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. 17 പേർക്ക് പരിക്കേറ്റു. 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡർ റോബിൻ വെസ്റ്റ്മൺ ആണ് വെടിവെപ്പ് നടത്തിയത്. തുടർന്ന് ഇയാൾ സ്വയം വെടിവെച്ച് ജീവനൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.
ജമ്മുകശ്മീരിലുടനീളം കനത്ത മഴ തുടരുന്നു. ജമ്മു ഡിവിഷനിൽ നദികളും അരുവികളും അപകടരേഖയ്ക്ക് മുകളിൽ ഒഴുകുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സക്കീന ഇറ്റു പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ശരി, രാകേഷിലേക്ക് വരാം. ജമ്മു കാശ്മീരിൽ വളരെ കനത്ത മഴയാണ് തുടരുന്നത്. ജമ്മു ഡിവിഷനിൽ നദികളും അരുവികളും അപകടരേഖയ്ക്ക് മുകളിൽ ഒഴുകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം തുടരുന്നു. ഇടിഞ്ഞു വീണ മണ്ണും പാറകളും നീക്കി ചുരം ഗതാഗത യോഗ്യമാക്കിയിരുന്നെങ്കിലും വീണ്ടും കല്ലുകൾ റോഡിലേക്ക് വീഴാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നിയന്ത്രണം. ഇന്നലെ രാത്രി 8:30യോടെയാണ് മണ്ണ് പൂർണ്ണമായി നീക്കിയത്. ഇതിനുശേഷം കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ കടത്തിവിട്ട ശേഷം റോഡ് അടയ്ക്കുകയായിരുന്നു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാകും റോഡ് തുറന്നുകൊടുക്കുക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ് കോട്ടിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തി. ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജാക്കന്മാർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന വാളുകളടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ വസ്തുക്കൾ പുരാവസ്തുവാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. അടച്ചിട്ട കെട്ടിടത്തിൽ പുരാവസ്തു എന്ന് കരുതുന്ന ആയുധങ്ങൾ കണ്ടെത്തിയത്. 8 വർഷം മുൻപ് മരിച്ച പ്രവാസി വ്യവസായി മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. ബേക്കൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 8 വാളുകളും 3 തോക്കുകളും കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പരിശോധനയിലെ കാലപ്പഴക്കം എന്നിവയടക്കം കണ്ടെത്താനാകൂ. കേന്ദ്ര പുരാവസ്തു വകുപ്പിലെ വിദഗ്ധർ പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. രാജഭരണകാലത്തേതെന്ന് തോന്നിപ്പിക്കുന്ന ആയുധങ്ങളായതിനാലാണ് ഇവ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീടിനോട് ചേർന്നുള്ള പ്രത്യേക കെട്ടിടത്തിൽ ആയുധങ്ങൾ കൂടാതെ പുരാതന സംഗീത ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ഭരണികൾ, വിവിധതരം കുപ്പികൾ, പഴയകാലത്തെ ഫോൺ, ത്രാസ്, കളിപ്പാട്ടങ്ങൾ, വിദേശ നിർമ്മിത ചിത്രങ്ങൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിട ഉടമ മരിച്ചതോടെ ഇവിടെ പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ 2 മക്കൾ വിദേശത്താണ്. സംഭവത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. സൂറിച്ച് ഡയമണ്ട് ലീഗിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇന്ത്യൻ സമയം രാത്രി 11:15 മത്സരം. നീരജിനെ കൂടാതെ ജർമ്മനിയുടെ ജൂലിയൻ വെബർ, ഗ്രനേഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് തുടങ്ങി 7 പേരാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. ദോഹയിൽ മെയ് മാസത്തിൽ നടന്ന ഡയമണ്ട് ലീഗിൽ ആദ്യമായി 90 മീറ്റർ മറികടന്ന നീരജ് ജൂലിയൻ വെബറിന് പിന്നിൽ 2ാം സ്ഥാനം നേടിയിരുന്നു. ജൂണിൽ പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗിൽ നീരജായിരുന്നു ജേതാവ്. പോരാട്ട സ്മരണകളിൽ അയ്യങ്കാളി. ഇന്ന് അയ്യങ്കാളി ദിനമാണ്. അദ്ദേഹത്തിന്റെ 162ാം ജന്മവാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഇന്നും ജാതി വിവേചനത്തിനെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും ഊർജം പകരുന്നതാണ്. മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വിതച്ച മഹാത്മാവിന്റെ ജന്മവാർഷികം ഒരിക്കൽ കൂടി നാടാചരിക്കുമ്പോൾ ഇനിയും ഒടുങ്ങാത്ത ജാതി വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങൾ ചുരണ്ടിക്കളയാനുള്ള വില്ലുവണ്ടിയുടെ വേഗത കൂടുകയാണ്. ൽ ഇതുപോലൊരു ഓഗസ്റ്റ് 28 ഒരു പ്രതിഷേധ ജ്വാല പിറവിയെടുത്തത്. മഹാത്മാ അയ്യങ്കാളിയുടെ ജനനം സാമൂഹ്യ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. പിന്നെ കാലം കണ്ടത് തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്കായുള്ള പടയൊരുക്കം. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ഘടനയെ മാറ്റിമറിച്ച നിശ്ചയദാർഢ്യം. 1893 പെരുങ്കാറ്റുവിള കുന്നിൻ ചെരുവിലെ വീട്ടിൽ നിന്ന് വെങ്ങാനൂരിലെ രാജവീതിയിലേക്കിറങ്ങിയ ഒരു 30കാരന്റെ വില്ലുവണ്ടി ഉരുണ്ടത് സവർണബോധത്തിന്റെ മുകളിലൂടെയായിരുന്നു. കുനിഞ്ഞു വണങ്ങി നിൽക്കാൻ മാത്രം ശീലിച്ചവന്റെ നടുനിവർത്തി അവനൊരു തലപ്പാവ് വെച്ചു കൊടുത്തു ആ സാമൂഹ്യ പരിഷ്കർത്താവ്.
1898-99 കാലഘട്ടങ്ങളിൽ ബാലരാമപുരം, കഴക്കൂട്ടം, കണിയാപുരം തുടങ്ങിയ മേഖലകളിലെല്ലാം പോരിന് വന്നു മാടമ്പികൾ. തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം വേണം എന്നതായിരുന്നു ആവശ്യം. 1904 വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടം അഗ്നിക്കിരയാക്കപ്പെട്ടു. പക്ഷേ ഒടുവിൽ ആവശ്യം അംഗീകരിച്ച് എതിരാളികൾ സമരം ഒത്തുതീർപ്പാക്കി. തന്റെ ജാതിയിലുള്ള സ്ത്രീകളോട് മുലക്കച്ചയണിഞ്ഞു നടക്കാൻ ആഹ്വാനം ചെയ്തു അയ്യങ്കാളി. അടിമത്വത്തിന്റെ അടയാളമായ കല്ലയും മാലയും കാതിലെ ഇരുമ്പ് വളയങ്ങളുമെല്ലാം അവർ വലിച്ചെറിഞ്ഞു. ജാതിശാസനകളെ വെല്ലുവിളിച്ച മഹാത്മാ അയ്യങ്കാളി ഇന്നും ഒരു പ്രതിഷേധമായി, പുരോഗമന ആശയമായി ജനമനസ്സുകളിൽ പടരുന്നു. സവർണ തിട്ടൂരങ്ങളെ ചോദ്യം ചെയ്ത ആ ഉഗ്രശബ്ദം നിലയ്ക്കില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കാസർഗോഡ് അമ്പലത്തറയിൽ ആസിഡ് കഴിച്ച് അച്ഛനും അമ്മയും മകനും മരിച്ചു. മറ്റൊരു മകന്റെ നില അതീവ ഗുരുതരമാണ്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, എന്തായിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ? എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുസരി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളയിലാണ് ഈ നാടിനെ നടുക്കിയ കൂട്ട ആത്മഹത്യ നടന്നിരിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇത്തരത്തിൽ ആസിഡ് കഴിച്ച് മരിച്ചത്. ഇതിൽ ഒരു മകന്റെ നില അതീവ ഗുരുതരമാണ്. അതായത് അമ്പലത്തറ പറക്കളായി 2-ാം പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ഒരു മകൻ രാകേഷിനെ ഗുരുതര നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. 3 പേരും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് മരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് ഇവരൊരു കർഷക കുടുംബം എന്നാണ്. ഏതായാലും കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു ഇവർ. ഇതായിരിക്കാം ഈ കൂട്ട ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള പുറത്തു വരുന്നതേ ഉള്ളൂ. ഈ മരണപ്പെട്ട രാജേഷ് എന്ന് പറയുന്ന ആൾ ഹോസ്തുർഗ് HE എന്റർപ്രൈസസിലെ ജീവനക്കാരനാണ്. എന്തായാലും അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്ന് പറയുന്നു. പക്ഷെ ഇവരൊരു കർഷകരെ കുടുംബമാണ്. ആ രീതിയിൽ എന്തെങ്കിലും മറ്റേ സഹായം ലഭിക്കാതെ മറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നത് ഇപ്പോൾ അന്വേഷണത്തിലുണ്ട്. ഏതായാലും 3 പേർ മരിച്ചിരിക്കുന്നു. ഒരാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. ബൈജു, ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയൊക്കെ അവർ നേരിട്ടിരുന്നു? അതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇവരൊരു കർഷക കുടുംബം, കടുത്ത സാമ്പത്തിക ബാധ്യത എന്ന് മാത്രമേ പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുള്ളൂ. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുസരിച്ച് എന്തായാലും അങ്ങേയറ്റം നാടിനെ നടുക്കിയ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് ഈ 3 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറക്കളായി 2-ാം പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രാജേഷ് എന്നിവരാണ് ഇത്തരത്തിൽ മരിച്ചത്. രാകേഷ് എന്ന ഒരു മകനാണ് ഇപ്പോൾ ഗുരുതര നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അനുസരി, ശരി. കാസർഗോഡ് അമ്പലത്തറയിലാണ് ആസിഡ് കഴിച്ച അച്ഛനും അമ്മയും മകനും മരിച്ചത്. മറ്റൊരു മകന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് കുറച്ച് ഓണവിശേഷങ്ങളിലേക്കാണ്. പൊന്നോണപ്പൂക്കാലം. ഓണക്കാലം എന്നാൽ ഇപ്പോൾ പൂക്കളുടെ വസന്തകാലമല്ല, നമ്മുടെ മണ്ണിൽ വിരിഞ്ഞ ചെണ്ടുമല്ലികളാണ് ഇപ്പോൾ ഇവിടെ വസന്തം തീർക്കുന്നത്. കൊണ്ടോട്ടി വട്ടപ്പറമ്പ് സ്വദേശിനി ഹസീനയുടെ ചെണ്ടുമല്ലിത്തോട്ടം ഓണവിപണിയിൽ ഒരു വനിതയുടെ സ്വപ്രയത്നത്തിന്റെ സുഗന്ധം കൂടി പടർത്തുന്നതാണ്. കൊണ്ടോട്ടി വട്ടപ്പറമ്പിൽ പാതയോരത്ത് കാഴ്ചയുടെ വസന്തം നിറഞ്ഞു നിൽക്കുകയാണ് ചെണ്ടുമല്ലികൾ. മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ നിറഞ്ഞ് വിരിഞ്ഞ് ചിരിതൂകി നിൽക്കുന്ന പൂക്കൾ ഹസീനയുടെ പ്രയത്നത്തിന്റെ അടയാളമാണ്. കഴിഞ്ഞ വർഷവും ഹസീന ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിരുന്നു. ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഈ വർഷവും കൃഷി ഇറക്കിയത്. 25 സെന്റിൽ 2500 ഹൈബ്രിഡ് തൈകളാണ് നട്ടത്. ജൂൺ 10 ആരംഭിച്ച കൃഷിയുടെ വിളവെടുപ്പ് ഇതിനകം തുടങ്ങി. ചെണ്ടുമല്ലി നമ്മൾ തുടങ്ങിയത് ഇത് 2ാമത്തെ വർഷമാണ്. പക്ഷേ മെയിനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മാനസികോല്ലാസമാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിനുള്ള ടെൻഷനും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കൃഷിത്തോട്ടത്തിൽ വരികയാണെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും. അതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒരു സന്തോഷം.
പിന്നെ ആളുകൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ ജൈവ രീതിയിലുള്ള പൂക്കൾ ഇടാനുള്ള ഒരിത്, അതും കൂടി പിന്നെ നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. 13 വർഷമായി ഹസീന വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലുമായി പച്ചക്കറിയും ഔഷധസസ്യങ്ങളും പരിപാലിക്കുന്നുണ്ട്. ഒപ്പം ഗാഗ്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ ഇനങ്ങളും. ഔഷധ സസ്യങ്ങളിൽ നിന്ന് പലതരം മൂല്യവർദ്ധിത വസ്തുക്കളും ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഇവർക്ക് മികച്ച വനിതാ കർഷകയ്ക്കുള്ള കൊണ്ടോട്ടി കൃഷിഭവന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. വട്ടപ്പറമ്പ് പരുത്തിനിക്കാടൻ അബ്ദുൾ റൌഫാണ് ഹസീന്റെ ഭർത്താവ്. എല്ലാത്തിനും പിന്തുണയുമായി മക്കളായ മുഹമ്മദ് അഷ്മിൽ, മുഹമ്മദ് ഹസീൻ എന്നിവരുമുണ്ട്. പാതയോരത്ത് ഇതിനകം തന്നെ മനോഹര കാഴ്ചയായി മാറിയ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും റീൽസും പകർത്താനായി ഒട്ടേറെ പേരാണ് എത്തുന്നത്. ന്യൂസ് 18 മലപ്പുറം. 1.5 ഏക്കർ സ്ഥലത്ത് കണ്ണിന് വിരുന്നായി മാറുകയാണ് അധ്യാപക ദമ്പതികളുടെ ചെണ്ടുമല്ലി കൃഷി. കൊല്ലം ജില്ലയിലെ പരവൂർ പുത്തൻകുളം ആനത്താവളത്തിന് സമീപമാണ് ഈ സുന്ദര കാഴ്ച. ജോലിത്തിരക്കിനിടയിലും പൂക്കൃഷിക്കായി സമയം കണ്ടെത്തിയിരിക്കുകയാണ് രാഹുലും സബിതയും. ഓണക്കാലമാവുന്നതോടെ പൂക്കൾക്കുണ്ടാവുന്ന ആവശ്യം കണക്കിലെടുത്താണ് ഇവർ കൃഷിക്കൊരുങ്ങിയത്. വരമ്പെടുത്തതും തൈ നട്ടതും പരിപാലിച്ചതുമെല്ലാം ഇരുവരും ചേർന്ന്. കൂട്ടിന് ബിരുദ വിദ്യാർത്ഥികളായ മക്കളും സുഹൃത്തുക്കളും എത്തി. 1000 ചെണ്ടുമല്ലിച്ചെടികൾ നട്ടു. ഇവ ഇപ്പോൾ വിളവെടുപ്പിന് പാകമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഓണത്തിനുള്ള 10 ദിവസത്തെ പൂ നമുക്ക് അത്യാവശ്യം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം മാന്യമായ വിലയും കിട്ടുന്നുണ്ട്. കച്ചവടക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട്. അവർ നല്ല വില തന്നെയാണ് നമ്മളെ എടുക്കുന്നത്. പിന്നെ ഇവിടെ ലോക്കലായിട്ടും ആൾക്കാർ, ക്ലബ്ബുകളും കൂട്ടായ്മകളും ഒക്കെ തന്നെ, റെസിഡൻസ് അസോസിയേഷനും ഒക്കെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് പൂവിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിപ്പം ഫാത്തിമ കോളേജിലേക്ക് കുറേ പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ അത്തക്കളത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ കോളേജിലേക്ക് അത്തപ്പൂക്കൾ 27-ാം തീയതിയാണ്, അതിനും കുറച്ച് പൂക്കൾ കൊണ്ടുപോകണമെന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഒപ്പം പൈസയും കിട്ടുന്നുണ്ട്. സന്തോഷം. 100 കുറ്റ്യാടിത്തെങ്ങുകളും 4000 മൂടി ഇഞ്ചിയും നട്ട പറമ്പിൽ ഇടവിളയായാണ് ചെണ്ടുമല്ലികൾ നട്ടത്. ഓണക്കാലമായതോടെ പൂവിന് ആവശ്യക്കാരും ഏറെയാണ്. നല്ല വിലയും കിട്ടുന്നുണ്ട്. കൃഷി സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. തിരുവനന്തപുരം ഗവൺമെന്റ് BEd കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് രാഹുൽ. ഭാര്യ സബിത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും. ന്യൂസ് 18 കൊല്ലം. അത്തപ്പൂക്കളം ഒരുക്കാൻ പൂക്കൃഷി നടത്തി 100 മേനി കൊയ്തിരിക്കുകയാണ് പാറശാല കൊറ്റാമം ഫാത്തിമ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികൾ വളർത്തിയ 1000-ലധികം ജമന്തി ചെടികളാണ് സ്കൂൾ മുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഇത്തവണത്തെ ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ പൂക്കൾ സ്കൂളിൽ തന്നെ വിളയിക്കാമെന്ന ആശയമാണ് കുട്ടികളെ ജമന്തി കൃഷിയിലേക്ക് എത്തിച്ചത്. പ്രധാന അധ്യാപിക സൈന്യ ജോണിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ സ്കൂളിലെ കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികൾ ഈ ഉദ്യമം ഏറ്റെടുത്തു. ഗ്രോ ബാഗിലും അല്ലാതെയുമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 1000-ലധികം ജമന്തി തൈകളായിരുന്നു കൃഷിക്കായി ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരുമിച്ച് നട്ടുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഈ നിറമുള്ള പൂക്കളുകളും കാണാൻ ഭയങ്കര നല്ലൊരു സന്തോഷം പോലെയാണ്. പഠിക്കുമ്പോൾ ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇനിയും ഞാനിങ്ങനെ നടും, പിന്നെ വീട്ടിലും നടും. സ്കൂൾ അങ്കണത്തിൽ തന്നെ ആരംഭിച്ച ജമന്തി പൂക്കളുടെ പരിപാലന ചുമതല പൂർണ്ണമായും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. ഒപ്പം സഹായത്തിന് ജിഷ ടീച്ചറും കൂടെ കൂടി. ഗാർഡൻ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ്, മാം നമുക്ക് ഈ വർഷം ഇവിടെ നിന്ന് നമുക്ക് പൂക്കൾ തയ്യാറാക്കി നമുക്ക് അത്തപ്പൂടാം, പുറത്തുനിന്ന് മേടിക്കേണ്ട മാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പിള്ളേരുടെ താല്പര്യം അത് കണ്ടപ്പോൾ ഞാനും പ്രഥമ അധ്യാപികയോട് പറഞ്ഞു, മാം നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം, പിള്ളേരുടെ ഒരു ആഗ്രഹമുണ്ട്, അത് നമുക്ക് തുടക്കം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം മാമിനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബന്ദി പൂക്കൾ നടുന്നതിന് വേണ്ടി തുടക്കുകയും നല്ലൊരു വിജയം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. കൃത്യസമയത്തെ വളപ്രയോഗങ്ങളും നനയ്ക്കലും കീടങ്ങളിൽ നിന്നുള്ള പരിചരണവും 100 മേനി വിളവിലേക്ക് എത്തിച്ചു. മണ്ണിനെ അറിഞ്ഞുകൊണ്ടുള്ള പൂക്കൃഷി കുട്ടികളിൽ മാനസിക ഉല്ലാസത്തിന് ഏറെ പ്രയോജനപ്പെട്ടെന്ന് അധ്യാപകർ തന്നെ പറയുന്നു. കംപ്ലീറ്റ് ഇൻകം ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാനായിട്ടും
ക്യാൻസർ പേഷ്യൻസിനും ഡയാലിസിസ് പേഷ്യൻസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ എയ്ഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും രണ്ടാമത്തെ വീട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും വീട് റെഡിയാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി അടുത്ത് ഇത് ജമന്തി കഴിഞ്ഞു. ഇത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ സൂര്യകാന്തി പൂക്കളിലോട്ടാണ് അടുത്തൊരു പ്ലാൻ വെച്ചിട്ടുള്ളത്. സ്കൂൾ ഓണാഘോഷത്തിന് ശേഷമുള്ള പുഷ്പങ്ങൾ പൊതുവിപണിയിൽ വിറ്റ് കിട്ടുന്ന തുക PTA നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നുവരുന്ന ചികിത്സാ ധനസഹായ ഫണ്ടുകളിലേക്ക് വകമാറ്റും. ന്യൂസ് 18 തിരുവനന്തപുരം. ഓണം ആഘോഷിക്കാൻ ഇത്തവണ ഒരുങ്ങുന്നത് 4 മലയാള ചിത്രങ്ങളാണ്. മോഹൻലാൽ മുതൽ ദുൽഖർ വരെയുള്ള താരങ്ങൾ ഓണനാളിൽ തിരശ്ശീലയിലെത്തും. 4 ചിത്രങ്ങളിൽ 2 എണ്ണത്തിൽ കല്യാണി പ്രിയദർശൻ നായികയാകുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓണം ആര് തൂക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിലുള്ളത്. കേരള ഹൈക്കോടതിയിൽ ഓണാഘോഷം. ഹൈക്കോടതിയിലെ കോർട്ട് കീപ്പർ വിഭാഗം അണിയിച്ചൊരുക്കിയ ഓണം ദൃശ്യവിരുന്ന് ശ്രദ്ധ നേടി. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു ദൃശ്യവിസ്മയം അണിയിച്ചൊരുക്കിയത് തിങ്കളാഴ്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ്. ഭദ്രദീപം തെളിയിച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത്. ജമ്മുകശ്മീരിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. മരണം 41. നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ജമ്മുവിൽ രേഖപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജമ്മുവിൽ മാത്രമല്ല ഹിമാചലിലും പഞ്ചാബിലും മഴക്കെടുതി രൂക്ഷമാണ്. ബിയാസ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയുടെ ഒരു ഭാഗം ഒലിച്ചുപോയി. ഡൽഹിയിലെ യമുന നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നു. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി മനസ്സിലാക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം ഏതൊക്കെ രീതിയിൽ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, സാധാരണഗതിയിൽ ജമ്മു കശ്മീരിൽ മഴ ലഭിക്കാറുള്ളത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. മഴക്കെടുതി അതിരൂക്ഷമായിരുന്നു സംസ്ഥാനത്ത്. കാരണം ഓഗസ്റ്റ് 14 കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനവും പിന്നീട് മിന്നൽ പ്രളയവും ഉണ്ടായത്. അതിൽ ഏതാണ്ട് 100-നടുത്ത ആളുകൾ മരിച്ചു. പല ആളുകളെയും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു ദുരിതത്തിൽ സംസ്ഥാനം നിൽക്കുമ്പോഴാണ് അവിടെ വീണ്ടും ശക്തമായ മഴ പെയ്തതും പിന്നീട് മഴക്കെടുതി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. 41 പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലൊക്കെ തന്നെയായി മരിച്ചത്. ഇതിൽ ഭൂരിഭാഗം പേരും വൈഷ്ണോദേവി തീർത്ഥാടകരാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് ഈ മരിച്ചവരിലേറെയും. UP-യിൽ നിന്നുള്ളവരുണ്ട്, പഞ്ചാബിൽ നിന്നുള്ളവരുണ്ട്, ഡൽഹിയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ 41 പേരിൽ 34 പേരും വൈഷ്ണോദേവി തീർത്ഥാടകരാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ, സംസ്ഥാന ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കനത്ത മഴ ഇപ്പോഴും തുടരുന്നു. മാത്രവുമല്ല 2 പ്രധാനപ്പെട്ട നദികൾ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ്. അതിലൊന്ന് ജമ്മു നഗരത്തിലൂടെ കടന്നുപോകുന്ന താവി നദി കരകവിഞ്ഞൊഴുകുന്നു. ഒപ്പം രവി നദിയും ജലനിരപ്പ് അപകടമായ നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല അടുത്ത ദിവസങ്ങളിലും ഇന്നടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഏതായാലും ഇന്നലെ പകൽ സമയത്ത് മഴ മാറി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അവിടെ
ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, റോഡുകൾ ഒലിച്ചു പോയിട്ടുണ്ട്, കൂടാതെ പാലങ്ങളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായ നിലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതേയുള്ളൂ. ഏതായാലും നിലവിൽ സാഹചര്യം രൂക്ഷമാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ കാര്യങ്ങൾ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ഏകോപിപ്പിച്ച് വരികയാണ്. എന്നാൽ ഇത് ജമ്മു കശ്മീരിലെ മാത്രം സാഹചര്യമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയും മഴക്കെടുതിയും തുടരുകയാണ്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പലയിടത്തും ദേശീയപാത ഒലിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് ചണ്ഡീഗഡ് ദേശീയപാതയാണ്. ആ പാത പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. ഇതേ സാഹചര്യം തന്നെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ അടക്കമുള്ള ജില്ലകളിലുമുണ്ട്. അവിടെ പല നദികളും കരകവിഞ്ഞൊഴുകുന്നു. ഇതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നതും പഞ്ചാബിലും ഹരിയാനയിലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡൽഹിയിലെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ യമുന നദി കരകവിഞ്ഞ് അപകട നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യമുന ഉദ്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ സാധാരണ ശക്തമായ മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ ഡൽഹിയിൽ യമുന നദിയിലും ജലനിരപ്പ് ഉയരാറുണ്ട്. അതാണിപ്പോൾ ഡൽഹിയുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡൽഹിയിൽ അപകടകരമായ നിലയിലേക്ക് ഡൽഹിയിൽ യമുന നദിയുടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അനുശ്രീ, ശരി. ജമ്മു കാശ്മീരിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. മരണം 41 നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ജമ്മുവിൽ രേഖപ്പെടുത്തിയത്. ER രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്തെന്ന പേരിൽ ഇടുക്കിയിൽ മുൻകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് അധിക നികുതി ചുമത്താനുള്ള നീക്കം ജനദ്രോഹപരമാണെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. 1964 ശേഷമുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കാനെന്ന പേരിൽ കൊള്ള നടത്തുകയാണ് സർക്കാർ. ഈ വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ലൈസൻസ് എടുത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കൊന്നും ഫൈൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇടുക്കിയിലെ ഈ നിർമ്മാണങ്ങൾ അത് അനധികൃതമാക്കി മാറ്റിയതും ഈ ഗവൺമെന്റ് തന്നെയാണ്. നിങ്ങളുടെ ഗവൺമെന്റിന്റെ 2019 ഉത്തരവനുസരിച്ചാണ് ഇത് നിയമവിരുദ്ധമാക്കി മാറ്റിയത്. ആ നിയമവിരുദ്ധമാക്കി മാറ്റിയ ആ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്നതിന് പകരം ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. 1964 ചട്ടം അനുസരിച്ച് നൽകിയിട്ടുള്ള പട്ടയങ്ങളിൽ അല്ലെങ്കിൽ പട്ടയഭൂമിയിൽ ഇനി എങ്ങനെയാണ് പുതിയ നിർമ്മാണം നടത്തേണ്ടത് എന്നുള്ളതും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ഉത്തരവ് ചോദ്യം ചെയ്ത് സ്വകാര്യ ബസ്സുടമകൾ സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് തള്ളി. ഇത്തരത്തിൽ വ്യവസ്ഥ ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. 20 വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ ഫീസ് കുത്തനെ കൂട്ടിയത് പിൻവലിക്കണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷനാണ് ആവശ്യമുന്നയിച്ചത്. കേന്ദ്രമാണ് ഫീസ് കൂട്ടിയതെങ്കിലും ഇതിന്റെ നേട്ടം സംസ്ഥാനത്തിനും കൂടിയാണ്. കഴിഞ്ഞ ബജറ്റിൽ വാഹനങ്ങൾക്ക് റോഡ് നികുതി സംസ്ഥാന സർക്കാർ ഇരട്ടിയാക്കിയിരുന്നു. ഒരു വർഷം തികയുന്നതിന് മുൻപ് വീണ്ടും ഫീസ് കൂട്ടിയത് വാഹന ഉടമകളെയും ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവരെയും സാരമായി ബാധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക് ഇന്ന് 2ാം ജന്മദിനം ആഘോഷിക്കുന്ന നിധാര ഹന്ന മോഹൻ മോൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. ന്യൂസ് 18ലെ ചീഫ് പ്രൊഡ്യൂസർ മോഹൻ ഫിലിപ്പിന്റെയും റിൻസി റോയിയുടെയും മകളാണ് നിധാര. നിധാര മോൾക്ക് ന്യൂസ് 18ന്റെ പേരിലും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും 1000 ജന്മദിനാശംസകൾ നേരുകയാണ്. പാലക്കാട് സ്വദേശി ഗിരീഷിന്റെയും ഉണ്ണിമായുടെയും 2ാം വിവാഹ വാർഷികമാണിന്ന്. ദേവസി നവോമിയെയും കുടുംബാംഗങ്ങളുമാണ് ആശംസകൾ നേർന്നിരിക്കുന്നത്. ഗിരീഷിനും ഉണ്ണിമായ്ക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും വിവാഹാശംസകൾ നേരുകയാണ്. ചിറയൻകീഴ് സ്വദേശികളായ ഉമേഷിന്റെയും സൂര്യയുടെയും 11ാം വിവാഹ വാർഷികമാണിന്ന്. ആശംസകൾ നേരുന്നത് മക്കളായ ശ്രീയും ആരവുമാണ്. ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും ഉമേഷിനും സൂര്യയ്ക്കും വിവാഹ വാർഷികാശംസകൾ നേരുന്നു.
ആരാണ് ആഗ്രഹിക്കാത്തത്? എന്തും മാറുമ്പോഴാണ് അതിന് സൗന്ദര്യമേറുന്നത്. അതുപോലെ തന്നെ മാറ്റത്തിന്റെ വക്താവായി മലയാളത്തിന് പ്രിയപ്പെട്ട ഒരു താരമുണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ റീഗൽ ജ്വല്ലേഴ്സിന്റെ മാറ്റമെന്ന സന്ദേശം വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു പരസ്യ ചിത്രം കണ്ടാലോ? നമുക്ക് ആ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ അഭിനയത്തിന്റെ മികവ് ഒന്ന് കണ്ടുവരാം. ഈ ലോകത്ത് മാറാത്തതായി ഒന്നുമില്ല. ഓരോ നിമിഷവും മാറുകയാണ്. ഒരു കുഞ്ഞു മാറ്റം, അത് ചിലപ്പോ നമ്മുടെ മനസ്സ് നിറയ്ക്കും. നോക്കൂ, ഇവിടെ പ്രണയത്തിന്റെ കാഴ്ചപ്പാടുകളും മാറുകയാണ്. ഈ മാറ്റം പുതിയൊരു തുടക്കമാണ്. ഇനി നീ വജ്രം പോലെ തിളങ്ങും. നവീൻ, ചില ചെറിയ മാറ്റങ്ങൾ അത് വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരും. ഈ മാറ്റങ്ങൾ നൽകുന്ന സന്തോഷം അതൊരു പുതിയ പ്രതീക്ഷയാണ്. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? ഇനി മുതൽ റീഗൽ ജ്വല്ലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് മഞ്ജു വാര്യർ. മഞ്ജുവിനൊപ്പമുള്ള റീഗൽ ജ്വല്ലറിയുടെ ഇനിയുള്ള യാത്ര തങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ ശക്തി പകരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ വിപിൻ ശിവദാസും പറഞ്ഞു. കാഴ്ചകളുടെ അക്ഷയഖനിയാണ് പാലക്കാട്. അതിൽ ഇതിഹാസം ഒന്നേയുള്ളൂ, OV വിജയൻ ഖസാക്കായി മാറ്റിയ തസ്രാക്ക്. കഥയും കഥാപാത്രങ്ങളും അദൃശ്യ സാന്നിധ്യമായി ജീവിക്കുന്ന തസ്രാക്കിലേക്കുള്ള ഓരോ യാത്രയും ആ കഥാകാരനിലേക്കുള്ള മടക്കയാത്രയാണ്. കരിമ്പനകളുടെ നാട്ടിൽ ഇതിഹാസം പിറന്ന ഞാറ്റുപുര തേടിയുള്ള ആ യാത്രയിലേക്ക് പോകാം. ഖസാക്കിലെ നാട്ടുവഴികൾ, വരികൾക്കിടയിലൂടെ എന്ന പോലെ ഒരു യാത്രാനുഭവം. കൂമൻകാവിൽ രവി ബസ്സിറങ്ങിയിടത്ത് പ്രതാപിയായ ആ ആൽമരം, അരയാലിലകളിൽ താളമിട്ട് പതിഞ്ഞു വീശുന്ന കാറ്റ്, ഇതിഹാസം പിറന്ന മണ്ണിന്റെ മണവും പരിസരങ്ങളും കാഴ്ചകളാലും കാഴ്ചക്കാരാലും എന്നും സമൃദ്ധമാണ്. OV വിജയൻ സ്മാരകം എന്ന എഴുത്തു വഴിയിലൂടെ കുറച്ചു ദൂരം മുൻപോട്ട് രാഘവൻ നായരുടെ കളപ്പുര ആകെ മാറിയിരിക്കുന്നു. OV വിജയൻ വരച്ച കാർട്ടൂണുകൾ, ഓർമ്മചിത്രങ്ങൾ, ലൈവ് തിയേറ്റർ, അള്ളാപ്പിച്ച മുല്ലാക്കയും കുഞ്ഞാമിനിയും മൈമുനിയും തുടങ്ങി OVയുടെ കഥാപാത്രങ്ങളെല്ലാം മിഴിവോടെ ജീവസുറ്റ ശില്പങ്ങളായി ശില്പവനത്തിൽ. പണ്ടുപണ്ട് ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുൻപ് ഒരു സായാഹ്നത്തിൽ 2 ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങിയ സ്വപ്നങ്ങളുടെ ആ താഴ്വര. മഴ പെരുവിരലിനോളം ചുരുങ്ങിയ ആ രാത്രിയിൽ സർപ്പദംശനമേറ്റ രവി മടക്കയാത്രയ്ക്ക് കാത്തുകിടന്ന ആ ഭൂമിക. ജന്മാന്തരങ്ങളുടെ ഇളംവെയിലും പ്രതികാരത്തിന്റെ സൂര്യനും വെളുത്ത മഴയും നെൽവയലുകളിലൂടെ കരിമ്പനകളെ ഉലച്ചെത്തി വരിഞ്ഞു മുറുക്കുന്ന വശ്യതയുടെ കാറ്റും. സായാഹ്നയാത്രകളുടെ അച്ഛ വിട തരിക. മന്ദാരത്തിന്റെ ഇലകൾ ചേർത്തു തുന്നിയ പുനർജനിയുടെ ഈ കൂട് വിട്ട് പുതിയ ജീവബിന്ദുക്കൾ തേടി യാത്ര തുടരാം. ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോൾ കാണാം. നമസ്കാരം.